തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. നരേന്ദ്രമോദിയുമായി നാളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തകർപ്പൻ ജയത്തിനു ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമൊരുക്കി BJP. തൃശൂർ നഗരത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ BJP പ്രവർത്തകർ ആവേശമാക്കി. കിരീടമാണ് ഇനി തൃശൂർ. ഇനി തൃശൂരാണ് എൻ്റെ നെറ്റിപ്പട്ടം. ഇനി തൃശൂരാണ് എൻ്റെ തിടമ്പ്. ഇനി തൃശൂർ പൂരമാണ് എൻ്റെ ആദ്യത്തെ ഉദ്യമം. തൃശൂർ പൂരമാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എന്ന വിവരം വരുന്നുണ്ട്. അദ്ദേഹം നാളെ ഡൽഹിയിലേക്ക് പോകും, പ്രധാനമന്ത്രിയെ കാണും എന്ന് കേൾക്കുന്നു. തൃശ്ശൂരിലെ പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും BJPയുടെയും കേന്ദ്ര നേതാക്കൾ നരേന്ദ്രമോദി അടക്കമുള്ളവർ ഒരു ഗ്യാരണ്ടി എന്ന മട്ടിൽ തന്നെ ഇവിടുന്ന് ജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് പറഞ്ഞിരുന്നു. അത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നതായിരുന്നു BJP ഉയർത്തിയ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഈ വിജയത്തോടുകൂടി പ്രാവർത്തികമാക്കുന്ന നടപടികളിലേക്ക് BJP കടക്കുന്നു എന്നൊരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ന് സുരേഷ് ഗോപിയുമായി നമ്മൾ സംസാരിച്ച സമയത്ത് ഇക്കാര്യം ചോദിക്കുകയുണ്ടായ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തന്റെ നിലപാട് പറഞ്ഞിരുന്നു, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അന്ന് പറഞ്ഞ നിലപാട് ഈ കേന്ദ്ര നേതൃത്വം ഇതിലൊരു തീരുമാനം പറയട്ടെ, കേന്ദ്രം പറയുന്നതനുസരിച്ച് താൻ പ്രവർത്തിക്കും, അവർ പറഞ്ഞാൽ കേന്ദ്രം നിശ്ചയിച്ചാൽ കേന്ദ്രമന്ത്രിയായി എത്തും എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നത് അതുതന്നെയാണ്, കേന്ദ്ര നേതൃത്വം എല്ലാം തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നത് ഇനി തന്റെ ചുമതല എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ ജനത. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ, തൃശ്ശൂരിന് വേണ്ടിയുള്ള പോരാട്ടം അതുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. തനിക്ക് ചില സിനിമകളുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് തൃശ്ശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് പ്രാമുഖ്യം. താൻ ഈ മണ്ഡലത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ വികസനത്തിൽ ഒരു പിന്നോട്ടടി അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ പ്രവർത്തനങ്ങൾ ഒരു പിന്നോട്ടടി ഉണ്ടാകാത്ത തരത്തിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വിജയത്തിന് ശേഷം തൃശ്ശൂരിലെത്തി സുരേഷ് ഗോപിക്ക് ആവേശകരമായ സ്വീകരണമാണ് BJP പ്രവർത്തകർ ഒരുക്കിയത്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള റോഡ് ഷോ. അതിൽ ഈ K. സുരേന്ദ്രൻ പോലും നൃത്തം ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവേശത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MT രമേശ് തുടങ്ങി ഈ BJPയുടെ ഈ മുതിർന്ന നേതാക്കളടക്കം ഈ ആവേശത്തോടു കൂടി ഇന്ന് സ്വരാജ് റൗണ്ടിൽ നൃത്തം വയ്ക്കുന്നതും ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു. 25,000-ലധികം പ്രവർത്തകർ എന്നുള്ളതായിരുന്നു BJP പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു 50,000-ലൊക്കെ അധികം ആളുകൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആഘോഷം അതിപ്പോൾ ഈ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയും ചെയ്യുകയാണ് വിജയകുമാർ. തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എന്നതാണ് പുതിയ വിവരം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സുരേഷ് ഗോപി കാണും, ഡൽഹിയിലെത്തി. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.